പല ആൾക്കാരും ചൂടുള്ള ചായ അല്ലെങ്കിൽ കാപ്പി അല്ലെങ്കിൽ തണുത്ത ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ പല്ല് പുളിപ്പുണ്ട് അല്ലെങ്കിൽ സിവിയറായിട്ടുള്ള പല്ല് പുളിപ്പ് കാരണം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർ പലരും ഈ ടി വിയിലുള്ള പല ആഡുകളോ അല്ലെങ്കിൽ പല ഡെൻറ്റിസ്റ്റുമാർ പറഞ്ഞിട്ടുള്ള ഐഡിയ അനുസരിച്ച് സെൻസോഡൈൻ്റെ ടൂത്ത് പേസ്റ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. ശരിക്കും ഈ സെൻസോഡൈൻ്റെ ടൂത്ത് പേസ്റ്റ് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ആണോ? അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഒരു തരത്തിലുള്ള മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റുകളും എല്ലാ ദിവസവും ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ സെൻസോഡൈൻ്റെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? നിങ്ങളൊരു ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ ആ ബ്രഷിൻ്റെ പാതി പാർട്ട് വന്നിട്ട് സെൻസോഡൈൻ്റെ ടൂത്ത് പേസ്റ്റും പാതി പാർട്ട് നോർമൽ ടൂത്ത് പേസ്റ്റും എടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ബ്രഷിനെ ഒന്ന് നമ്മുടെ ഈ കൈയിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ ഈ ബ്രഷിൻ്റെ അകത്തോട്ട് ഈ ബ്രിസ്റ്റൽസിൻ്റെ അകത്തോട്ട് ഈ ടൂത്ത് പേസ്റ്റ് രണ്ടും ഇറങ്ങും. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും നമ്മുടെ ആ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് വന്നിട്ട് ആക്ഷൻ ഉണ്ടാവുകയും അതുവഴി പല്ല് പുളിപ്പുകൾ കുറയാനുള്ള ചാൻസുകളും ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇങ്ങനെ പല്ല് പുളിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെന്റിസ്റ്റിനെ വന്ന് ഉറപ്പായിട്ടും കാണേണ്ടതാണ്. കാരണം പല്ല് പുളിക്കാൻ പലതരത്തിലുള്ള കാരണങ്ങളാണ്. ചിലപ്പം പല്ലിന് പോടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പല്ലിൻ്റെ സൈഡിൽ ഏതെങ്കിലും ഇളകിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനാമിൾ തേഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇതേപോലുള്ള മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരു ശമനം കിട്ടുന്നതല്ലാതെ പൂർണ്ണമായിട്ട് ഈ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുകയില്ല.